മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചേ? അല്ല മീര, നീ പഠിച്ച് ഇവിടെ എത്തിയോ? എന്റെ പൊന്നമ്മ, എനിക്ക് ഒന്നും മനസ്സിലാവില്ല എന്താണ്. ക്ലാസ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അപ്പൊ മനസ്സിലാവും എന്താ എടുക്കുന്നതെന്ന്. ഇതൊന്നും ശ്രദ്ധിക്കൂല, ലീവ് കിട്ടിയാ പഠിക്കൂല, എന്നിട്ട് എക്സാമിന്റെ തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കൂ. ഞാൻ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല? ഇല്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, സജിനോട് പറ, അവൻ പഠിപ്പിച്ചല്ലോ. ആ, നല്ല ആളാ, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. എന്നാ നീ തന്നെ പഠിച്ചോ. നാളെ ഇവിടേക്ക് മാർക്കും പറഞ്ഞങ്ങനെ വന്ന അച്ഛനിരുന്ന് നല്ലോണം കിട്ടുവേ. പറഞ്ഞു പേടിപ്പിക്കില്ല അമ്മേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എനിക്ക് വയ്യ അടിയുള്ള, എങ്ങനെങ്കിലൊക്കെ പഠിക്കണം. എന്തൊരു തലവേദനയാണ് രാവിലെ തന്നെ. ഇതെന്താ പറ്റിയെങ്കി? എനിക്ക് തീരെ വയ്യ, എനിക്ക് നല്ല തലവേദനയൊക്കെയാ. എനിക്ക് പനിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ചായ ഒന്നും വേണ്ട. ഇല്ല, നല്ല വേദന ഉണ്ട്. വേണ്ട, എനിക്ക് കുറച്ചു നേരം കിടക്കണം. എന്റെ പല്ല് ആരുടെ അത്? എന്റെ പല്ല്. അവൻ എന്നെ അടിച്ചമ്മ മുഖത്ത്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അമ്മ ഡോക്ടർ ഒന്നും കാണിക്കണ്ട അമ്മ, അത് മാറിക്കോളും. ഡോക്ടർ ഒന്നും കാണിക്കണ്ട. ഞാൻ എന്തിനാ ഡോക്ടറെ കാണിക്കാൻ പഠിക്കുന്നേ? പിന്നെ പനിക്ക് ഇഞ്ചക്ഷൻ കുത്താൻ നടക്കല്ലേ, പോടാ. പറയാൻ പറ്റൂല, ചിലപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ കുത്തും. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയില്ല. ഇല്ല. മീര എന്റെ റൂമിൽ പോയിട്ട് ആ പുതപ്പൊന്ന് എടുത്തു തരുമോ? വേണ്ട. എന്തായാലും പുറപ്പിച്ചിട്ട് പോവാ. ഗുഡ് നൈറ്റ് ചേട്ടാ. ഒരു തലേണ പോലും ഇല്ല കിടക്കെ, നമുക്കൊരു തലേണ വെച്ചെടുക്കാം. ഈ തലേണ മതി. ചേട്ടൻ എന്തിനാ ഇത്രയൊക്കെ തലേണ വെച്ച് കിടന്നുറങ്ങുന്നേ? 4-5 തലേണ വേണം ചേട്ടൻ കിടന്നുറങ്ങാൻ. വല്ലാത്ത മനുഷ്യൻ തന്നെ. പുറപ്പൊക്കെ കിട്ടിയല്ലോ, തലേണയും കൂടി വെച്ച് കിടന്നുറങ്ങിക്കോട്ടോ. ഇനി ഞാൻ പോവാ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഉറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്. പൊറച്ചൊക്കെ കിടക്കുന്ന പൊറച്ചൊക്കെ കൊടുത്തേ. സജിനെ എണീക്കടാ, ഹോസ്പിറ്റലിൽ പോകാൻ. എണീക്ക് വാ. ഹോസ്പിറ്റലിലൊന്നും പോണ്ട അമ്മ. പിന്നെ ഹോസ്പിറ്റലിൽ പോകണ മരുന്ന് കഴിക്കാനത് മാറോ? മരുന്നൊന്നും വേണ്ട, ഞാൻ കുറച്ചു നേരം കിടന്നത് മാറിക്കോളൂ. എനിക്ക് വയ്യ എണീക്കാൻ, ഹോസ്പിറ്റലൊന്നും പോണ്ട. ഇനി അവിടം വരെ നടക്കണ്ടേ ഒരു ഓട്ടോ കിട്ടാന്? നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛന്റെ ഫ്രണ്ടിന് ഒരു ഓട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട്. വാ. എന്തുപറ്റിയമ്മേ? ഹോസ്പിറ്റലിൽ പോണ്ടാന്ന്. ഹോസ്പിറ്റലിൽ പോവാൻ എങ്ങനെ മാറും? അല്ല അമ്മ, അച്ഛമ്മ ഇവിടെ രാവിലെ മുതൽ കണ്ടില്ലല്ലോ. അച്ഛമ്മേന്റെ ഇവിടെ അടുത്തുള്ള റിലേറ്റീവിന്റെ വീട്ടിൽ പോയതാ, നാളെ വരുമായിരിക്കും. നീ എണീക്ക് വാ,
എണീക്കാം. എണീക്കാന്ന് പറയാണ്ട് എണീക്ക്. ആ അതാ വണ്ടി വന്നതാ തോന്നുന്നേ. ഞാൻ പുറത്ത് നിൽക്കാം, അങ്ങോട്ട് വാ. അമ്മ പോയിക്കമ്മേ, ചേട്ടനെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. വാ ചേട്ടാ, എണീക്ക്. വാ പോവാ. എടി നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാ ഇതിനെ പറ്റി? എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. എന്റെ പൊന്നു മോളെ, അന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. അതൊക്കെ ഞാൻ പഠിച്ചതാ. നീ അതിന്റെ അപ്പുറത്തെ ചാപ്റ്റർ പറഞ്ഞതാ. നിനക്കും അറിയില്ലേ? ഇപ്പൊ ഞാൻ ആരോട് ചോദിക്കും? നിക്ക്, ഞാൻ വേറെ ആരെയും വിളിച്ചു നോക്കട്ടെ. കിട്ടിയാ നിനക്കും കൂടി പറഞ്ഞുതരാം. ഇനി ഇത് ഞാൻ ആരോട് ചോദിക്കും? എടാ ഇതൊന്നും മനസ്സിലാവുന്നില്ലടാ. ഞാൻ എങ്ങനെ നാളെ പാസ്സാവുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. വന്നോ? എന്തായി ഡോക്ടറെ അടുത്ത് പോയിട്ട്? എന്താവാൻ? അവിടെയൊക്കെ കൂടി മറച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുത്തോ ചേട്ടാ? ഇഞ്ചക്ഷന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. എന്റെ അമ്മോ, ഒരു യുദ്ധം കഴിഞ്ഞ ഫീലിംഗ് എന്തായാലും. അത് പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. ഓരോട് ആരും ഇഞ്ചക്ഷൻ കുത്താൻ പറഞ്ഞേ? ഗുളിക തന്നാ പറയനോ? അയ്യേ, ചേട്ടന് ഇഞ്ചക്ഷൻ പേടിയാ? എന്തേ നിനക്ക് പേടിയില്ലേ? ഞാനെന്തായാലും ഹോസ്പിറ്റലിൽ മറച്ചിടൊന്നുമില്ല. ഓ, എല്ലാരും നടക്കാം. അല്ല അമ്മ, പല്ല് കാണിച്ചില്ലേ? ആ, അത് കാണിച്ചപ്പോ പറഞ്ഞ പനി മാറിയിട്ട് പറിക്കാന്ന്. ഇനിയിപ്പോ അതിന്റെ യുദ്ധം ഉണ്ടാവുമല്ലോ. പടി പടി, എനിക്ക് വല്ലു വരയ്ക്കാൻ പേടിയൊന്നുമില്ല. കാണാം. അത് പിന്നെ അമ്മയ്ക്കും അച്ഛനൊന്നും പേടിയില്ല ഇഞ്ചക്ഷൻ? ആ, എനിക്ക് പേടിയാ. അയ്യന്റെ ചേട്ടാ, പിന്നെ ഇതൊന്നും സ്കൂളിലൊന്നും പോയി പറയരുത് കേട്ടോ. ഇഷ്ടം പോലെ ഗുളിക കുടിക്കാണ്ട്. വേഗം വന്ന സജിനെ ഫുഡ് എടുക്കുക. ഫുഡ് കഴിച്ചിട്ട് വേഗം എന്തൊക്കെ കുടിച്ചോ. ഗുളിക കുടിക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല, മറ്റേ ടോണിക് കുടിക്കാനാണ് എനിക്ക് പ്രശ്നം. പിന്നെ നിന്റെ ചുമ മാറണ്ടേ? ചുമേനെ വരുന്നത്. അല്ല ചേട്ടാ, എന്നിട്ടെന്താ ഞങ്ങളെല്ലാരെയും മിസ് പിടിച്ച് ആ സ്റ്റാഫ് റൂമിലൊക്കെ കൊണ്ടേ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. എനിക്ക് പക്ഷെ അതൊന്നും ഓർമ്മയില്ല. അതെ അതെ, എനിക്കായിട്ടൊരു ഗ്യാങ് വരെ ഉണ്ടായിരുന്നു. ആ, എല്ലാരും ഓരോ സ്ഥലത്തൊക്കെ എത്തിപ്പെട്ടില്ലേ. ഇപ്പൊ ഞാനും പിന്നെ കുറച്ചാൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ഏത് ചേട്ടൻ? എടാ, ഞാനും അവന് സ്കൂളിൽ പഠിച്ചതല്ലടാ. അവനെ ഞാൻ അറിയുന്നത് അമ്മേന്റെ ഫ്രണ്ടിന്റെ മോനായിട്ടാ. അവന്റെ അമ്മയും നമ്മളെ അമ്മയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതാ. ഞങ്ങൾ ചേട്ടന്റെ പണ്ടത്തെ കഥ പറയായിരുന്നു. അവന്റെ എന്ത് കഥ? ചേട്ടന്റെ സ്കൂളിലെ കഥ. ഓ, സ്കൂളിലെ കഥയോ? അതൊന്നും പറയണ്ട. നിനക്ക് എത്ര പ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ടാറേ അവന്റെ സ്കൂളിലേക്ക്? അടി ഉണ്ടാക്കിയിട്ട് വേറെന്തിന്? അതെ അതെ. അമ്മ വാരിത്ത അമ്മ, എനിക്ക് വയ്യന് കുടിക്കാൻ. ഓ, ഒരു കുഞ്ഞിവാവ. പൊടി പൊടി, ഞാൻ എന്റെ അമ്മേന്റെ കുഞ്ഞുവാവ തന്നെയായിരുന്നു. കുഞ്ഞിവാവയല്ല, വലിയ വാവയാ. പൊടി പൊടി. എന്റെ പൊന്നമ്മ കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ എനിക്ക് വയറിനും കൂടി പണി കിട്ടു. വയ്യ. ചെറിയൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ കൂടി എങ്ങനെയൊക്കെയോ പഠിച്ചു എന്റെ വാക്കില്. എടി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. വേണ്ട ചേട്ടാ, ഞാൻ അതൊക്കെ പഠിച്ചു. ഇനി എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനോട് ചോദിക്കാം പോരെ? ആയിക്കോട്ടെ.